ടീം UDF അധികാരത്തിലേക്ക് പോവുകയാണ്. കേവലം മണിക്കൂറുകൾ മാത്രം. കൃത്യം 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. നമ്മുടെ തലസ്ഥാന നഗരി മാത്രമല്ല, മധ്യ കേരളവും അതോടൊപ്പം തന്നെ വടക്കൻ കേരളവും സമാനമായ രീതിയിലുള്ള ഒരു ആഘോഷ നിറവിലാണെന്ന് പറയേണ്ടി വരും. കൊച്ചിയിൽ നിന്നും അശ്വതിയും കോഴിക്കോട് നിന്നും അനഘയും കൂടി ചേരുന്നുണ്ട്. ആദ്യം അശ്വതിയിലേക്കാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ്റെ ജന്മനാടാണ്. മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ പേര് വരുന്നതിന് തലേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ കണ്ടതാണ് എന്തുമാത്രം പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവിടെ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളത്. എന്തായാലും ഇന്ന് മനസ്സിലാക്കുന്നത് പള്ളുരുത്തിയിൽ ആ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ നിയുക്ത ആഭ്യന്തരമന്ത്രിയുടെയും ജന്മനാളിലൊക്കെ തന്നെ മഹാഗണപതി ഹോമവും ഒക്കെ നടത്തുകയാണ്. തീർച്ചയായിട്ടും തലസ്ഥാന നഗരിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ആഘോഷം ജന്മനാട്ടിലുമൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണല്ലേ? ലിജിൻ, ഇവിടെ പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിന് വേണ്ടിയുള്ള ബിഗ് സ്ക്രീനുകൾ അല്പസമയത്തിനകം തന്നെ വയ്ക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളത്ത് ഇപ്പോൾ, പ്രത്യേകിച്ച് പറവൂരിൽ ഇപ്പോൾ ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് രാവിലെ മുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇവിടുത്തെ പ്രവർത്തകരെല്ലാവരും തന്നെ തിരുവനന്തപുരത്തേക്ക് നേരിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്നതിനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പറവൂർ ഒരു വിജനമായിട്ടാണ് കിടക്കുന്നത്. അധികം ആളുകളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അതിനിടയിലാണ് പള്ളുരുത്തി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ജന്മനാളുകളിലാണ് ഈ ഹോമം നടന്നത്. മേൽശാന്തി PK മധു അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകിയത്. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഒക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇവിടെ ആളുകൾ ഒക്കെയുണ്ട്, പറവൂരുകാരാണ്. അവരോട് നമുക്ക് ചോദിക്കാം. ഒപ്പം തന്നെ ഇതുപോലെ മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ പലയിടങ്ങളിലായി, ഈ മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആളുകൾ ഒക്കെ തന്നെ പലയിടങ്ങളിലേക്ക് ബിഗ് സ്ക്രീനുകൾ ഒരുക്കുന്നതോടുകൂടി അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പറവൂരിൽ ഈ ഒരു മഴയുടെ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് നിലവിൽ ഒരു ആൾക്കൂട്ടമൊന്നും എവിടേക്കും വരാത്തത്. അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറവൂരുകാരുണ്ട്, VD സതീശൻ്റെ മണ്ഡലത്തിലെ ആളുകളുണ്ട്. ഇന്ന് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എല്ലാവരും. എല്ലാ കാര്യമായിട്ട് തോന്നുന്നു. പറവൂരുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. മന്ത്രിമാരുടെ ലിസ്റ്റൊക്കെ കണ്ടോ? എന്താണ് തോന്നുന്നത്? ഒരു സന്തുലിതമായ മന്ത്രിസഭയാണ്? പ്രായങ്ങളൊന്നും പറയാനില്ല. എന്തായാലും ആളുകൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ രാവിലെ ആളുകൾ എല്ലാവരും ജോലിക്ക് പോകുന്നതിനും അതിനൊക്കെയുള്ള ഒരു തിരക്കിലാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും തന്നെ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങുകളൊക്കെ നേരിട്ട് കാണുന്നതിന് വേണ്ടി ഇവിടെ ബിഗ് സ്ക്രീനുകൾ ഒക്കെ ഒരുക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ താമസമുണ്ട്. മഴ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മാത്രമല്ല, ജില്ലയിൽ നിന്ന് 4 അംഗങ്ങളാണ് ഈ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്കമാലിയിൽ റോജി M. ജോൺ, അതുപോലെ തന്നെ കളമശ്ശേരിയിൽ അബ്ദുൾ ഗഫൂർ, ഒപ്പം VD സതീശൻ, അതുപോലെ പിറവത്ത് നിന്ന് അനൂപ് ജേക്കബ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ മന്ത്രിസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കാണുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മഴ ചതിച്ചില്ലെങ്കിൽ ഈ ഓപ്പൺ ഏരിയയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കും. ലിജിൻ, തീർച്ചയായും അതാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്. അതായത് മുഖ്യമന്ത്രിയായി VD സതീശൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നപ്പോൾ തന്നെ വലിയ ആവേശത്തിലായിരുന്നു പറവൂരിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലും അല്ലെങ്കിൽ ആലുവയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.